ഈ ടീമിൽ എനിക്ക് വന്ന ഏക നിരാശ എന്നുള്ളത് ജാ പെഡ്രോയെ പോലുള്ള, അപ്പോൾ നമുക്കറിയാം എസ്റ്റാവോ പോലുള്ള ഒരു താരം, ബ്രസീലിൽ ഏറ്റവും സമീപകാലത്ത് ഫോം ഉണ്ടായിരുന്ന ഒരു താരം എസ്റ്റാവോ ആയിരുന്നു. എസ്റ്റാവോ ഇല്ലാത്തത് പരിക്ക് മൂലം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നില്ല. റോഡ്രിഗോ പരിക്ക് അവിടെ മാറ്റി നിർത്തിക്കാൻ ജാ പെഡ്രോയെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ, ഇപ്പോൾ മാത്യൂസ് കുഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഡിയിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കാൾ ഏറ്റവും നന്നായി കയറിക്കൊണ്ടിരുന്നത് റഫീഞ്ഞ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള ഒരു സ്ട്രൈക്കറാണോ കുഞ്ഞ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ അതിന് പെഡ്രോയെയും കുഞ്ഞയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം അൺപ്രഡിക്റ്റബിൾ ആണ് കുഞ്ഞ എന്നുള്ളതാണ്. മറ്റേ പെഡ്രോയെ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം അദ്ദേഹം ഏത് ആംഗിളിൽ നിന്ന് അടിക്കും എന്നുള്ളത്. കുഞ്ഞയ്ക്ക് അതിനുള്ള ഒരു വളാറ്റൈൽ പ്ലെയർ ആണ് എന്നുള്ളതാണ് അതിനുള്ള ഒരു ന്യായീകരണമായി പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം ഈ കാർലോ ഇനിയിപ്പോൾ അടുത്ത മത്സരം എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഏരിയൽ ബോൾസ് കൂടുതൽ ഉപയോഗിക്കാനൊക്കെ ബ്രസീൽ കഴിഞ്ഞ മത്സരത്തിൽ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനർത്ഥം മിഡ്ഫീൽഡ് വീക്കാണ് എന്നുള്ളത്. കാർലോ ഒരു വർഷമായിട്ടുള്ളൂ കാർലോ ടീമിനൊപ്പം ചേർന്നിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിഡ്ഫീൽഡിനെ അധികം ഉപയോഗിക്കാതിരിക്കുക, അതിന് പകരം കൂടുതൽ വിങ്ങുകളെ ആശ്രയിച്ചുകൊണ്ട് അറ്റാക്ക് നടത്തുക എന്നുള്ളത് തന്നെയായിരിക്കും തന്ത്രം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ബ്രസീലിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മൊറോക്കോയാണ്. ഈ മൊറോക്കോയുടെ ടീം, ഞാൻ കഴിഞ്ഞ തവണ അവരുടെ മാച്ച് അവരുടെ 3ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള മാച്ച് പോലും കണ്ടിരുന്നു. അവരുടെ ആരാധകർ ഒരു പ്രത്യേക വൈബുള്ള ഇതാണ്. അവർ ഒരു പ്രത്യേക സൗണ്ട് അവരുണ്ടാവും. സിർ എന്നാണ് അവരുടെ. അതായത് സിർഫ് എന്നുള്ള അറബിക് പദമാണ്. പെട്ടെന്ന് പോവുക, പെട്ടെന്ന് കളിക്കുക. ഇത് ഗ്യാലറിയിൽ ഒരു വല്ലാത്ത ഇരമ്പലാണ്, ഫീലാണ്. അപ്പം ആരാധകരുണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ മൊറോക്കോ പോലുമല്ല ഇത്തവണ. യാസിൻ ബൊനോ അവിടെയുണ്ട്, അഷ്റഫ് ഹക്കീമി അവിടെ ഇതുണ്ട്, ബ്രാഹ്മി ഡയസ അവിടെയുണ്ട്. അങ്ങനെ ഒരു അമ്രബാദിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായി, അതായത് എണ്ണയിട്ട എഞ്ചിൻ പോലെ എന്നൊക്കെ നമ്മളൊരു പ്രയോഗത്തിൽ പറയാറുണ്ട് പത്രങ്ങളിലും മറ്റുമൊക്കെ. അതിന് ആപ്റ്റായ ഒരാളാണ് ഈ അമ്രബാത്ത് എന്ന് പറയുന്നത്. ഫുൾ ടൈം ഒഴുകി നടന്ന് കളി ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ.